ഹായ്, നമസ്കാരം. ഓണസദ്യ സീരീസിൽ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന രണ്ടാമത്തെ വിഭവം ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ കറിയാണിത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം 12 പേർക്ക് വേണ്ടി ഈ വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുത്ത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം വേവിക്കാനായിട്ട് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. അരപ്പ് റെഡിയായി കഴിഞ്ഞു. വെള്ളം ഏകദേശം നല്ലതുപോലെ വറ്റി ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം ഇത് നന്നായി ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിക്കിട്ടാനായിട്ട് ഇത് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് മീഡിയം പുളിയുള്ള 250 ml കട്ട തൈര് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ബീട്രൂട്ടിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 3 ഉണക്കമുളക് നടുവേ മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.